നമസ്കാരം. ഇന്നീ മഹത്തായ വേദിയിൽ ഗുരുഭക്തി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ്. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഭാരതം എക്കാലവും ചില മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിലും ആ മൂല്യങ്ങളെ അർത്ഥവത്താക്കുന്നതിലുമാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ആ മൂല്യങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഗുരുഭക്തി എന്നത്. ഗുരു എന്ന ശബ്ദത്തിൽ ഗു എന്ന ശബ്ദം അന്ധകാരത്തെയും രു അതിന്റെ നിരോധനത്തെയും സൂചിപ്പിക്കുന്നു. അതെ, സ്വയം എരിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രകാശം പകരുന്ന മെഴുകുതിരികളെ പോലെയാണ് ഗുരുക്കന്മാർ. ഭാരതം ഗുരുവരന്മാർക്ക് അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്തായിരുന്നുവെന്ന് ഭക്തകവിയായ കബീർദാസിന്റെ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈശ്വരനും ഗുരുവും എന്റെ മുമ്പിൽ വന്ന് നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. എന്താണെന്നോ, ഈശ്വരനെ കാണാനുള്ള കഴിവ് എനിക്ക് നൽകിയത് ഗുരുവാണ്. അതെ, ഒരു മനുഷ്യനെ ദൈവദർശനത്തിന് പോലും പ്രാപ്തനാക്കുന്നത് ഗുരുവാണ്. വിദ്യാലയങ്ങൾ എന്തിനാണ്? നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാനാണ് വിദ്യാലയങ്ങൾ. അവിടെ വിദ്യയുടെയും കലകളുടെയും ലോകത്തേക്കുള്ള വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത് ഗുരുക്കന്മാരാണെന്ന സത്യം നാം വിസ്മരിക്കരുത്. ഗുരുഭക്തി എന്നാൽ എന്താണ്? ഗുരുവിനോടുള്ള ബഹുമാനം കലർന്ന സ്നേഹം തന്നെയാണ് ഗുരുഭക്തി എന്നത്. അവിടെ ഗുരു ശിഷ്യന്മാർ രണ്ടല്ല, ഒന്നാണ്. ഗുരു പകർന്നു നൽകിയ മാനുഷിക മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണ് ഒരു ഉത്തമ ശിഷ്യൻ ചെയ്യേണ്ടത്. അതുപോലെ മാതാപിതാ ഗുരു ദൈവം എന്ന ആപ്തവാക്യവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഗുരുവിനെ നിന്ദിക്കുന്നത് ഉമത്തിയിൽ നീറിയാൽ പോലും തീരാത്ത പാപമാണെന്ന് ശ്രീകൃഷ്ണ കരുണാമൃതത്തിൽ കവി നമ്മെ പഠിപ്പിക്കുന്നു. ഭാരതം എക്കാലവും ഗുരുവരന്മാർക്ക് അതീവ ബഹുമാനമാണ് നൽകിയിരുന്നത്. വെറും ഒരു പേരിനോട് കൂടി ഗുരു എന്ന ശബ്ദം നാം ചേർക്കുകയില്ല. ഒരു സമൂഹത്തെ തന്നെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയോട് കൂടി മാത്രമേ നാം ഗുരു എന്ന പദം ചേർക്കുകയുള്ളൂ. പണ്ട് ഗുരുക്കന്മാരുടെ ഗൃഹങ്ങളിൽ താമസിച്ച് അവരെ ദൈവതുല്യം ആരാധിച്ച് വിദ്യ വാങ്ങി അതുപോലെ ദക്ഷിണ നൽകി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഗുരുകുല സമ്പ്രദായം എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. എന്നാൽ ഇന്നോ കാലമേറെ മുന്നോട്ട് വന്നു, ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു. വിദ്യ നേടാൻ പല ഉപാധികളും നമുക്കിന്നറിയാം. എന്നാൽ പ്രിയ കൂട്ടുകാരെ, ഗുരുവിന് തുല്യം ഗുരു മാത്രമേ ഉള്ളൂ എന്ന സത്യം മനസ്സിലാക്കുമ്പോഴേ ജീവിത വിജയം നമുക്കുണ്ടാകുകയുള്ളൂ. ഗുരുശാപമേറ്റ കർണന്റെ കഥയും ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് തന്റെ പെരുവിരൽ മുറിച്ചു നൽകിയ ഏകലവ്യനെയും ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് ഗംഗയിലൂടെ മറുകരയിലേക്ക് നടന്നിറങ്ങിയ പത്മപാദരുടെ കഥയും നമുക്ക് ഓരോ പാഠങ്ങളാണ്. ഗുരുവിനെ ദൈവതുല്യം ആരാധിച്ച് ഗുരുവിന്റെ വിശുദ്ധ കർമ്മങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ നാടൻ ഭാഷയിൽ നാം പറയും അവൻ ഗുരുത്വമുള്ളവനാണെന്ന്. മറിച്ച് തെറ്റായ രീതിയിൽ പോകുമ്പോൾ നാം പറയും അവൻ ഗുരുത്വമില്ലാത്തവനാണ്, പിന്നെ എങ്ങനെ രക്ഷപ്പെടുമെന്ന്. ഗുരുഭക്തിയുടെ മഹത്വം മനസ്സിലാക്കാൻ ഇതിൽ പരം 2 വാക്യങ്ങൾ ആവശ്യമില്ല. തിരുവാറന്മുള മണ്ണിൽ നമ്മുടെ ചിലങ്ക ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി ഇന്ന് 37ാം വാർഷികം കൊണ്ടാടുകയാണ്. ഈ നിമിഷത്തിൽ ചിലങ്കയുടെ ഡയറക്ടേഴ്സായ ആദരണീയരായ ശ്രീ ഫാക്ടറി മോഹനൻ സാർ, കലാമണ്ഡലം ശ്രീദേവി ടീച്ചർ തുടങ്ങിയ എല്ലാ അധ്യാപകരെയും എന്റെ മനസ്സാൽ ഞാൻ ആദരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.